ഹലോ കൂട്ടുകാരെ, നമസ്കാരം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ജപമാല ഉപയോഗിച്ച് എങ്ങനെയാണ് മെഡിറ്റേഷൻ ചെയ്യേണ്ടത് എന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ആദ്യമേ തന്നെ ജപമാല ഉപയോഗിച്ച് മെഡിറ്റേഷൻ ചെയ്യുന്നതിന് മുന്നേ നമ്മൾക്ക് സ്വസ്ഥമായി ഇരിക്കുക. ഇപ്പോൾ ഇതുപോലെ ശമ്പളം ഇങ്ങനെ ഇതുപോലെ നമുക്ക് ഇരിക്കാമെന്നെങ്കിൽ, അല്ലാത്തവർക്ക് കസേരയിൽ എവിടെ കംഫർട്ടബിളായിട്ട് ഇരിക്കാം. അതിനുശേഷം നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് നമ്മുടെ കൈയും മുഖവും നന്നായി കഴുകിയതിന് ശേഷമായിരിക്കണം ഇത് ചെയ്യേണ്ടത്. ഇത് ഓപ്ഷനിലാണ്, ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. അതിന് ശുദ്ധി അല്ലെങ്കിൽ പ്യൂരിഫിക്കേഷൻ എന്നാണ് ഇതിനെ പറയുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ജപമാല ഇങ്ങനെ കയ്യിൽ പിടിക്കുക. അതിനുശേഷം സ്ലോലി കണ്ണുകൾ അടയ്ക്കുക. എന്നിട്ട് ശ്വാസം എടുക്കുക. ദീർഘമായിട്ട് ശ്വാസം എടുക്കും. എന്നിട്ട് ശ്വാസം വിടുന്ന സമയത്ത് ഓം നമഃ ശിവായ എന്ന് പറയുക. അതുപോലെ 3 പ്രാവശ്യം ചെയ്യാം. അതിനുശേഷം ഇത് 3 പ്രാവശ്യം നമ്മളിത് ആവർത്തിച്ചതിന് ശേഷം ജപമാല നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക, മനസ്സിനോട്. ഇത് നമ്മുടെ ജപമാലയുടെ നമ്മുടെ എനർജി കറക്റ്റായിട്ട് ഇംപ്രിൻസ്, നമ്മുടെ ഇൻറ്റൻഷൻ, നമ്മുടെ ആഗ്രഹമൊക്കെ ജപമാല അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അത് എന്നിട്ട് നമ്മുടെ ആഗ്രഹം നമ്മൾ എന്താണ് മനസ്സിൽ ഉദ്ദേശിക്കുന്നത് ജപമാലയോട് നമ്മൾ പറയുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് യൂണിവേഴ്സ്, ഗോഡ്, എനിക്ക് ലൈഫിൻ്റെ ഒരു ക്ലാരിറ്റിയും എനിക്ക് സമാധാനവും ലൈഫിൽ പീസും തരണേ, ഇങ്ങനെ പറഞ്ഞതിന് ശേഷം നമ്മൾ ജപമാല എടുത്ത്, കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ ഷെയർ ചെയ്തിരുന്നു എങ്ങനെയാണ് ജപിക്കേണ്ടതെന്ന്. ജപമാല പിടിച്ച് കറക്റ്റായിട്ട് 108 പ്രാവശ്യം ജപിക്കുക. 108 പ്രാവശ്യം ജപിച്ചതിന് ശേഷം നമ്മൾ കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ ജപമാല ഇങ്ങനെ എടുക്കുക. എന്നിട്ട് നമ്മുടെ 6th സെൻസ് അല്ലെങ്കിൽ 3ാം കണ്ണ്, 6ാം ഇന്ദ്രിയം എന്ന് പറയും, അവിടെ നമ്മുടെ നെറ്റി, അവിടെ 6ാം ഇന്ദ്രിയം, അവിടെ നമ്മുടെ ജപമാല ഇങ്ങനെ വെച്ച് നമസ്കരിക്കുക. എന്നിട്ട് നമ്മൾ ഗോഡിനും യൂണിവേഴ്സിനും നന്ദി പറയുക. ഓക്കെ, നന്ദി പറയുക. അതിനുശേഷം നമ്മൾ സ്ലോലി കണ്ണുകൾ തുറക്കുക. സോ നമ്മുടെ മെഡിറ്റേഷൻ ഇത്രയേ ഉള്ളൂ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ജപമാലയുടെ മെഡിറ്റേഷൻ നമ്മൾ ഫിനിഷ് ആകുകയാണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ മെഡിറ്റേഷൻ ചെയ്ത് നമ്മുടെ ഇൻറ്റൻഷൻ നമ്മൾ മനസ്സിൽ പറഞ്ഞ് ഉറപ്പിച്ചിരുന്നല്ലോ. ഓക്കെ, ഈ ഇൻറ്റൻഷൻ നമ്മൾ മാറ്റാനും പാടില്ല. ആ പറയുന്ന ഇൻറ്റൻഷൻ നല്ല ശുദ്ധിയുള്ളതും നല്ല ഉദ്ദേശത്തോടുള്ള ഇൻറ്റൻഷനുമായിരിക്കണം. കാരണം യൂണിവേഴ്സും ഗോഡുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ്. ഓക്കെ, ഈ ഇൻറ്റൻഷൻ നമ്മൾ പറഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ആ ഇൻറ്റൻഷൻ, നമ്മുടെ ആഗ്രഹം, നമ്മുടെ മനസ്സിലെ ആഗ്രഹം, അത് നമ്മൾ പിന്നീട് മാറ്റാൻ പാടില്ല. കറക്റ്റായിട്ട് നമ്മൾ നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ പറഞ്ഞ എനർജി രുദ്രാക്ഷവുമായിട്ട് നമ്മൾ പങ്കുവയ്ക്കുക. അതിനുശേഷം നമ്മൾ ഈ മെഡിറ്റേഷൻ നമ്മൾ ഡെയിലി ചെയ്യുക. 108 ഈ മെഡിറ്റേഷൻ നമ്മൾ പറഞ്ഞ പോലെ ചെയ്യുക. എന്നിട്ട് ആഴ്ചയിൽ ഒരിക്കൽ ഇത് പ്യൂരിഫിക്കേഷൻ ചെയ്യണം. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്, മാസത്തിൽ ഒരിക്കൽ നമ്മൾ ഈ പറഞ്ഞ ഇൻറ്റൻഷൻ വീണ്ടും പുതുക്കണം. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോസൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ വീണ്ടും ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട്. താങ്ക് യു വെരി മച്ച്. നമസ്തേ.